കറണ്ട് അഫയേഴ്സ് സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കാണ്. അതായത് ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അടുത്തിടെ നടന്ന സംഭവങ്ങളുള്ള ചെറിയൊരു ക്ലാസ്സാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ ആണ്. ഇനി വരുന്ന LDC എക്സാംസിനൊക്കെ ചോദിക്കാം, ഇതിൽ നിന്നൊരു മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് അടുത്തിടെ നടന്ന സംഭവങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കറണ്ട് അഫെയർ ടോപ്പിക്സ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പം ബാങ്കിങ്, ഞാൻ പറഞ്ഞല്ലോ ബാങ്കിങ് മേഖലയിലെ കറണ്ട് അഫെയർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ബാങ്കിങ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? നമ്മുടെ കേരളമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ബാങ്കിങ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടതെന്നാണ്. ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. നമ്മുടെ കേരളമാണ്. അതുപോലെ തന്നെ പഠിക്കാൻ അപ്പോൾ എളുപ്പമാണല്ലോ. അതുപോലെ തന്നെ കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്നാണ്? ഡേറ്റ് ഓർത്ത് വെച്ചോണേ, 2023 ജനുവരി 7. 2023 ജനുവരി 7 കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2023 ജനുവരി 7 മറക്കല്ലേ. അടുത്തത് അടുത്തിടെ സംസ്ഥാനത്തെ അഞ്ചാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയായി പ്രഖ്യാപിച്ചത് ആലപ്പുഴയാണ്. അപ്പോൾ അടുത്തിടെ സംസ്ഥാനത്തെ അഞ്ചാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയെ പ്രഖ്യാപിച്ചത് ആലപ്പുഴ ജില്ലയാണ്. അടുത്തിടെയായിട്ട് നടന്ന സംഭവമാണ്. അപ്പം ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. സംസ്ഥാനത്തെ അഞ്ചാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ലയാണ് ആലപ്പുഴ. അടുത്തത് 2023 വ്യാപാരികൾക്കായി ഡിജിറ്റൽ ദൂക്കാൻ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ബാങ്കാണ് ആക്സിസ് ബാങ്ക്. അപ്പം നമ്മുടെ ആക്സിസ് ബാങ്കാണ് 2023 വ്യാപാരികൾക്കായി ഡിജിറ്റൽ ദൂക്കാൻ എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ബാങ്ക് ആക്സിസ് ബാങ്കാണ്. വ്യാപാരികൾക്കാണല്ലോ. ഈ ദൂക്കാൻ എന്ന് പറയുമ്പോൾ കട എന്നല്ലേ അർത്ഥം ഹിന്ദിയിൽ വരുമ്പോൾ. അപ്പോൾ കടകളിലും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആമസോണും അതുപോലെയൊക്കെ തന്നെ ഡിജിറ്റലി കാര്യങ്ങളും ആക്കാൻ ആയിരിക്കും ആപ്ലിക്കേഷൻ ആക്സിസ് ബാങ്ക് പുറത്തിറക്കിയത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2023 വ്യാപാരികൾക്കായി ഓർത്ത് വെച്ചോണേ, വ്യാപാരികൾക്കായി ഡിജിറ്റൽ ദൂക്കാൻ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ബാങ്കാണ് ആക്സിസ് ബാങ്ക്. മറക്കല്ലേ. അടുത്തത് ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി ഏതാണ്? ഈ റുപ്പിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി ആയിട്ട് വരുന്നത്. മറക്കല്ലേ. അടുത്തത് സ്ഥാപക ദിനത്തിൻ്റെ 128ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അപ്പോൾ അടുത്തിടെ സ്ഥാപക ദിനത്തിൻ്റെ 128ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അടുത്തത് ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഉത്സവ് ഡെപ്പോസിറ്റ് ആരംഭിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ SBIയിലാണ്. അപ്പോൾ നമ്മുടെ SBIയിലാണ് അടുത്തിടെ ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഉത്സവ് ഡെപ്പോസിറ്റ് ആരംഭിച്ചത്. SBIയിലാണ്. കാരണം നമുക്കറിയാം, നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ബാങ്കുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ നമ്മൾ ഏതൊരു ബാങ്കിൽ പോയാലും അവിടെ അധികം തിരക്ക് കാണത്തില്ല. പക്ഷേ SBI പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് നിന്ന് തിരിയാൻ സമയം കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചോ. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിരിക്കും ആളുകൾ വരുന്നതെന്ന് ഓർത്ത് വെച്ചോ. ഉത്സവം പോലെ SBIയിൽ ആളുകൾ കൂടുന്നത്. അപ്പം അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ. ഉത്സവം പോലെ അല്ലെ എപ്പോഴും നമ്മളെ ഏത് സമയത്ത് ഏത് SBI പോയാലും അവിടെ ഭയങ്കര തിരക്കായിരിക്കും. 2 മണി 3 മണി വരെ. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ വെച്ചങ്ങ് ഓർത്ത് വെച്ചോ. ആളുകൾ ഉത്സവം പോലെ അങ്ങ് വരുമല്ലേ ഡെപ്പോസിറ്റ് ചെയ്യാനെന്ന് ഓർത്ത് വെച്ചോ. ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഉത്സവ് ഡെപ്പോസിറ്റ് ആരംഭിച്ച ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തത് SBI ആരംഭിച്ച ഡിജിറ്റൽ ബാങ്കാണ് ഒള്ളി യോനോ. അപ്പോൾ ഒന്നുമില്ല, SBI ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇല്ലേ, യോനോ ആപ്പ് ഇല്ലേ, അത് തന്നെ സംഭവം. യോനോ ആപ്പ് ഇല്ലേ, നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിടക്കുന്ന യോനോ ആപ്പ്. SBI യോനോ ആപ്പ് യൂസ് ചെയ്യുന്നവർക്കറിയാം. SBI നമ്മൾ ഗൂഗിൾ പേ പോലെ SBIയുടെ ഒരു ആപ്ലിക്കേഷനാണ് യോനോ ആപ്പ്. അതിൽ ഡിജിറ്റൽ വഴി നമുക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. SBI അക്കൗണ്ട് ഉള്ളവർക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. SBI ആരംഭിച്ച ഡിജിറ്റൽ ബാങ്ക് ഏതാണ്? ഒള്ളി യോനോ. അതിൻ്റെ പേര് ഒള്ളി യോനോ. അടുത്തത് പെൻഷൻകാർക്കായി വീഡിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് സേവനം ആരംഭിച്ച ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI. അപ്പോൾ പെൻഷൻകാർക്കായി വീഡിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് സേവനം ആരംഭിച്ച ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കാണ്
പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI. അതുപോലെ തന്നെ ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ് SBIയുടെ നിലവിലെ ഇപ്പോഴത്തെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന്. അടുത്തിടെ SBI ബ്രാൻഡ് അംബാസഡർ ആയത് ആരാന്ന് ഈ വർഷം തന്നെ നടന്ന 1-2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. MS ധോണിയാണ്, മഹേന്ദ്ര സിംഗ് ധോണിയാണ് SBIയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ ബ്രാൻഡ് അംബാസഡർ കേട്ടോ. അടുത്തിടെയാണ് നിയമിതനായത്, അത് 6 മാസത്തോളം ആയെന്ന് തോന്നുന്നു. അപ്പോൾ SBIയുടെ നിലവിലെ ബ്രാൻഡ് അംബാസഡർ ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. MS ധോണിയാണ്, മഹേന്ദ്ര സിംഗ് ധോണി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനാണ് MS ധോണി, അദ്ദേഹമാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം, ബാങ്കിങ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ്. കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7-ന്. സംസ്ഥാനത്തെ 5ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല ആലപ്പുഴയാണ്. അതുപോലെ തന്നെ 2023 വ്യാപാരികൾക്കായി ഡിജിറ്റൽ ദൂക്കാൻ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ബാങ്കാണ് ആക്സിസ് ബാങ്ക്. ഇന്ത്യയുടെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയാണ് ഇ-റുപ്പി. സ്ഥാപക ദിനത്തിൻ്റെ 128ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഉത്സവ് ഡെപ്പോസിറ്റ് ആരംഭിച്ച ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI ആരംഭിച്ച ഡിജിറ്റൽ ബാങ്കാണ് ഒള്ളി യോനോ. പെൻഷൻകാർക്കായി വീഡിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് സേവനം ആരംഭിച്ച ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI. അതുപോലെ തന്നെ SBIയുടെ നിലവിലെ ബ്രാൻഡ് അംബാസഡറാണ് MS ധോണി. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് MS ധോണി. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയാണല്ലോ MS ധോണി, മഹേന്ദ്ര സിംഗ് ധോണി. അടുത്തത് അൾട്ടിമേറ്റ് സാലറി പാക്കേജ് നടപ്പിലാക്കുന്നതിനായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ FCIയുമായി ധാരണയിൽ ഏർപ്പെട്ട ബാങ്കാണ് ആക്സിസ് ബാങ്ക്. മറക്കല്ലേ, അൾട്ടിമേറ്റ് സാലറി പാക്കേജ് നടപ്പിലാക്കുന്നതിനായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയുമായി ധാരണയിൽ ഏർപ്പെട്ട ബാങ്കാണ് ആക്സിസ് ബാങ്ക്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് HDFC. അപ്പം നിലവിലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണ്? HDFC ബാങ്കാണ്. അപ്പം നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് HDFC ബാങ്ക്, മറക്കല്ലേ. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ സംബന്ധിച്ച് സംശയങ്ങൾ പരിഹരിക്കുന്നതിനായി RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനാണ് ഡിജി സാദി. അതിൻ്റെ നമ്പറാണ് 14431. അപ്പം 14431 നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പോൾ എന്താണ്? ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ സംബന്ധിച്ച് സംശയങ്ങൾ പരിഹരിക്കാനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഡിജി സാദി. ആ നമ്പറാണ് 14431. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സാധാരണ ഫോൺ ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താനും ബാങ്ക് ബാലൻസ് അറിയുവാനായി RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ സംവിധാനമാണ് UPI 123 പേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ ഫോണുകളിലും പ്രായമായവരുടെ ഫോണുകളിലൊന്നും ഇത് കാണണമെന്നില്ലല്ലോ, സ്മാർട്ട് ഫോണും കാണണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത പ്രായമായവരും അങ്ങനെയുള്ളവരൊക്കെ ഇല്ല, സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരും ഒക്കെ, അവർക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ സാധാരണ ഫോൺ ഉപയോഗിച്ച് തന്നെ പണമിടപാട് നടത്താനും അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് അറിയാനുമായിട്ടൊക്കെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ സംവിധാനമാണ് UPI 123 പേ. അടുത്തത് റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കായി എംപാനൽ ചെയ്ത ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചത്. CSB ബാങ്കാണ്. അപ്പോൾ അടുത്തിടെ റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കായി എംപാനൽ ചെയ്ത ബാങ്കാണ് CSB ബാങ്ക്. മറക്കല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കായി അടുത്തിടെ എംപാനൽ ചെയ്ത ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ പറയണം CSB ബാങ്കാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ പണമിടപാടുകളിലെ തട്ടിപ്പിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന് റിസർവ് ബാങ്ക് ആരംഭിച്ച ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ഒളിമ്പിക് താരമാണ് നീരജ് ചോപ്ര. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിജിറ്റൽ പണമിടപാടുകളിലെ തട്ടിപ്പിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിന് റിസർവ് ബാങ്ക് ആരംഭിച്ച ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ഒളിമ്പിക് താരമാണ് നീരജ് ചോപ്ര. മറക്കല്ലേ. അടുത്തത് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമാണ് ഇ-റുപ്പി. അത് പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമാണ് ഇ-റുപ്പി. അതുപോലെ തന്നെ അക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത വോയിസ് ബോട്ട് ആരംഭിച്ച ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സിസ് ബാങ്കാണ്, മറക്കല്ലേ. അപ്പോൾ അക്സ ഇപ്പോൾ എല്ലാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമല്ലേ, അപ്പോൾ അതും ബാങ്കിങ്ങിലോട്ടൂടെ വരുവാണ്. അപ്പോൾ അക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത വോയിസ് ബോട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് വോയിസായിട്ട്
നമുക്ക് മറുപടി തരുമെന്നാണ് അർത്ഥം വോയിസ് ബോട്ടിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത വോയിസ് ബോട്ട് ആരംഭിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ആക്സിസ് ബാങ്ക്. അതുപോലെ തന്നെ വർഷം തോറും 1000-ഓളം പേർക്ക് തൊഴിൽ നൽകുന്നതിനായി ജിഗ് എ ഓപ്പർച്യൂണിറ്റീസ് എന്ന സംരംഭം ആരംഭിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക്. അത് നല്ല ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വർഷം തോറും 1000-ഓളം പേർക്ക് തൊഴിൽ നൽകുന്നതിനായി ജിഗ് എ ഓപ്പർച്യൂണിറ്റീസ് എന്ന സംരംഭം ആരംഭിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡിജിറ്റലൈസേഷൻ വിലയിരുത്തുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ സൂചികയുടെ പേരാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻഡെക്സ് ആണ്, DPI, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻഡെക്സ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്തത്, ചെക്ക് ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച സംവിധാനമാണ് പോസിറ്റീവ് പേ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള പേയ്മെൻറ്റുകൾക്കൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ചെക്ക് ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച സംവിധാനമാണ് പോസിറ്റീവ് പേ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ പോസിറ്റീവ് പേ ആണ് അവിടെ വരുന്നത്. അടുത്തത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്, കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് മണി. അതായത് MANI മണി, അതായത് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ. അത് നമുക്കറിയാം, കാഴ്ചപരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് മണി. മറക്കല്ല, പ്രീവിയസ് ആയിട്ട് ചോദിച്ചാൽ ഇനിയും ചോദിക്കാം. പരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് മണി, മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ്, ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് PSC ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിൽ നിന്നായിരിക്കും മിക്കവാറും ചോദിക്കാൻ ചാൻസ് കൂടുതൽ. നമ്മൾ അടുത്തിടെ തന്ന സംഭവങ്ങളെല്ലാം വെച്ചാണ് ഇന്നത്തെ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ടെലഗ്രാമിൽ കറണ്ട് അഫെയർ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇനി വരുന്ന LDC, LGS, ഡിഗ്രി ലെവൽ മെയിൻസ്, ഈ വർഷം നടക്കുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടാണ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെയിലി മൺഡേ ടു സാറ്റർഡേ വൈകുന്നേരം 7 മണി തൊട്ട് 8 മണി വരെയാണ് 1 ഹവറാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ലൈവ് ഓഡിയോ ക്ലാസ് വിത്ത് ഡിസ്കഷനാണ് വരുന്നത്. അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളും ഇടും. അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റ് നടക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം അതിനകത്ത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പം 4 ദിവസമായതേ ഉള്ളൂ. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഈ കാണുന്ന നമ്പറിലോട്ട്, അതായത് 81 299 339 എന്ന നമ്പറിലേക്ക്. കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 120 രൂപ മാത്രമേ ഉള്ളൂ. 120 രൂപ അടച്ചു കഴിഞ്ഞിട്ട് അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ആ നമ്പറിൽ തന്നെയുള്ള വാട്സാപ്പിലോട്ട് ഇട്ടാൽ മതി, ഞാൻ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡായാൽ മതി. അതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമമാണ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഇത് 3 ചെയ്യണം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിനോടൊന്ന് മാക്സിമം ജോയിൻ ചെയ്യണം. അതിനകത്തായിരിക്കും നമ്മൾ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പം ഇനി നമ്മൾ ഒട്ടുമിക്ക കറണ്ട് അഫെയറിൻ്റെ, എനിക്ക് തോന്നുന്നു കറണ്ട് അഫെയറിൻ്റെ എല്ലാ ടോപ്പിക്കും ഒരു 80% ടോപ്പിക്കുകളും നമ്മൾ യൂട്യൂബ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ അതൊന്ന് യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ്സസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൂടെ ജോയിൻ ചെയ്താൽ മതി. കുറച്ച് യൂസ്ഫുൾ ആവും, നിങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള റിവിഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മിഷൻ LDC എന്ന് പറഞ്ഞാൽ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഹോട്ട് ടോപ്പിക്സിൻ്റെ. അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.